കാര്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാക്കും എന്നതാണെന്ന് പഴയകാല അനുഭവമെങ്കിൽ ഇപ്പോഴേ കാര്യം പറഞ്ഞാൽ സുഡാപ്പിയാക്കും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കേരള രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി മറ്റ് ഒരു വിഭാഗീയതക്ക് അതീതമായി കാട്ടുകള്ളന്മാർക്കെതിരെ കിരാതന്മാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന PV അൻവർ MLA, അദ്ദേഹത്തിന് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം ശ്രീ MLAയുടെ പ്രതികരണം, അഭിനന്ദന പ്രവാഹം, അദ്ദേഹത്തിൻ്റെ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നതും ദയവ് ചെയ്ത് അദ്ദേഹം പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നത് അഭിനന്ദന കോളും അഭിനന്ദന പ്രവാഹവും ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്നാണ്. എന്നാൽ ആവർത്തിക്കുന്നു, രാഷ്ട്രീയത്തിനും മതത്തിനുമെല്ലാം അതീതം, എന്തിനേറെ പറയുന്നു, അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള എല്ലാ സ്നേഹവും കൂറും വെച്ച് പുറത്തിക്കൊണ്ട് തന്നെ, എന്നാൽ ഇടതുപക്ഷത്തുള്ളവർ മാത്രം അല്ല, ഇതര മുന്നണിയിലും ഇതര പാർട്ടിയിലില്ലാത്തവരും ഒക്കെ തന്നെ UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ കിരാതന്മാർക്കെതിരെ സിനിമാ കഥകളെപ്പോലും വെല്ലും വിധം, സിനിമയിൽ പോലും നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത വിധം വേലി തന്നെ വിള തിന്നുന്ന ദുരവസ്ഥ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സധൈര്യം ഈ വിഷയത്തിനെതിരെ പോരാടാൻ തയ്യാറായ ശ്രീ അൻവർ MLA, ഒരുപാട് ആളുകൾ, ജുഡീഷ്യറി രംഗത്ത് വർക്ക് ചെയ്ത ആളുകൾ പോലും, ഒരു ഉന്നത സ്വാമി ഉൾപ്പെടെ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളും ഈ നിയമപാലകർ വിള തിന്നുന്ന വേലിക്കെതിരെ അതിരൂക്ഷമായി ഒരുപാട് വെളിപ്പെടുത്തലുമായി സമൂഹത്തിൻ്റെ നാനാഭാഗത്തും ആളുകൾ വന്നുകൊണ്ട് സമൂഹം ഒന്നടങ്കം പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട MLAയെ അദ്ദേഹത്തിനെ സുഡാപ്പിയാക്കിയും മതരാഷ്ട്രീയവാദമാക്കിയൊക്കെ ഒരു മറുനാടൻ ചാനൽ വന്നിരുന്നു കൊണ്ട് ഒരു കുട്ടിച്ചങ്കരൻ വക്കീൽ പ്രതികരിച്ചത് MLA വളരെ പ്രയാസത്തോടെ, ഞാൻ MLAയുടെ ഇന്നത്തെ പത്രസമ്മേളനം കാണുകയായിരുന്നു. അദ്ദേഹം ഇത്രയും വലിയ പോരാട്ടം, ഹിമാലയൻ പ്രതിബന്ധങ്ങൾക്ക്, ഹിമാലയൻ കള്ളന്മാർക്കെതിരെ ശാന്തിയില്ലാ പോരാട്ടം നടത്തുമ്പോൾ പോലും അദ്ദേഹം പറയുന്നു, അടുത്ത കാലത്തായി തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടത് ഇന്നലെ രാത്രിയാണ്. തീർച്ചയായും നമുക്കിത് മനസ്സിലാക്കും. മതേതര കോണിൽ മതേതര ചിന്തകൾ വെച്ച് പുലർത്തുന്നവർക്ക് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും വർഗീയത തൊട്ടു തീണ്ടാത്ത സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമസ്ഥർക്ക് അത് ബോധ്യമാകും. കാരണം വർഗീയത ആരോപിക്കുന്നത് വലിയ പാതകമാണ്. ശ്രീ PV അൻവർ MLAയെ സുഡാപ്പിയാക്കി മതരാഷ്ട്രീയവാദിയാക്കി അരികിലിരുത്തിക്കളയാമെന്ന വ്യാമോഹം, ഇത് കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന തള്ളക്കൊരങ്ങന്മാരുടെ ജോലിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ PV അൻവർ MLAയോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടാനുള്ളത്, അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിനിടയിൽ ഇത്തരം വൃത്തികെട്ടവന്മാർക്കെതിരെ, ഇത്തരം കുട്ടിച്ചങ്കരന്മാർക്കെതിരെ കാര്യം പറയുമ്പോൾ സുഡാപ്പിയാക്കി മൂലക്കിരുത്തിക്കളയാമെന്ന് കരുതുന്ന, സമൂഹത്തെ ആകമാനം നോക്കി കൊഞ്ഞനം കുത്തുന്ന ഇത്തരം കുട്ടിച്ചങ്കരന്മാർക്കെതിരെ പ്രതികരിക്കാൻ അങ്ങയുടെ വിലയേറിയ സമയം ഇനിയും വിനിയോഗിക്കേണ്ടതില്ല. കാരണം പാമ്പ് മനുഷ്യനെ കടിക്കാറുണ്ട്, മനുഷ്യൻ തിരിച്ച് പാമ്പിനെ കടിക്കാൻ പോകാറില്ലല്ലോ. അങ്ങയുടെ വിലയേറിയ സമയം ഇത്രയും വലിയ കോത്ത കുത്തളങ്ങൾക്കെതിരെ പടപൊരുതാൻ അങ്ങ് നല്ല അളവിൽ ഗൃഹപാഠം നടത്തുന്നുണ്ട് എന്നത് ഒരു മുൻ ജസ്റ്റിസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പത്രലോകം ഒന്ന്, മാധ്യമലോകം ഒന്നടങ്കം, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ ശ്രീ അരുൺ ജി പോലത്തെ ആളുകൾ ഏതോ ഒരു വിഷയത്തിൽ അങ്ങ് ഗൃഹപാഠം ചെയ്തിട്ടില്ലെന്ന തോന്നൽ പ്രകടിപ്പിച്ചപ്പോൾ ആ പത്രസമ്മേളനവും ആ ന്യൂസിനെ പോലും അവലംബമാക്കി ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങ് രാപ്പകലില്ലാതെ ഇത്തരം തിന്മക്കെതിരെ, ഈ തിന്മയുടെ കൂടാരങ്ങൾ പൊളിച്ചടക്കാനുള്ള അങ്ങയുടെ ശ്രമം അഭിനന്ദനീയവും. ഞാൻ ആവർത്തിക്കുന്നു, രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി പ്രദേശത്തിനതീതമായി നന്മയുടെ വാഹകരും ഒന്നടങ്കം അങ്ങേ പിന്തുണക്കുമ്പോൾ ഇത്തരം കുട്ടിച്ചങ്കരന്മാർക്ക് വേണ്ടി ഇനിയും താങ്കൾ മറുപടി പറയാൻ സമയം ചെലവഴിക്കരുത്. എന്നാൽ ഇന്നത്തെ അങ്ങയുടെ പത്രസമ്മേളനം, അങ്ങയുടെ പിതാവ് ഷൗക്കത്ത് അലിയുടെയും സ്വതന്ത്ര സമര സേനാനിയുടെയും അവിടുത്തെ അങ്ങയുടെ പിതൃവനായ അങ്ങയുടെ വല്യുപ്പയുടെയൊക്കെ ചരിത്രം അങ്ങ് പറഞ്ഞത് ഈ കുട്ടിച്ചങ്കരന്മാർക്ക് അവരുടെ തലമുറയിലേക്ക് നോക്കാനൊരവസരവും കൂടാണ്. ഏതായിരുന്നാലും
ഇത്തരം കുട്ടിച്ചങ്കരന്മാർക്ക് വേണ്ടി അങ്ങയുടെ വിലയേറിയ സമയം ചെലവഴിക്കാതെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും, നന്മ നിറഞ്ഞ മുഴുവൻ മലയാളി സമൂഹവും അങ്ങയോടൊപ്പമുണ്ട് എന്ന അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്